ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നേരത്തെ നീച്ച് അടിച്ചു വരാൻ നനക്കാനൊക്കെ വിചാരിച്ചു. ഇന്ന് ഞങ്ങളെ വീട്ടിൽ നോമ്പ് തറയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ തുടങ്ങുന്നു കേട്ടോ. നേരത്തെ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. ഇന്ന് ഞാൻ മന്തി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പം മന്തിക്കുള്ള ചിക്കനൊക്കെ കഴുകി മസാലയൊക്കെ പുരട്ടി സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ മസാലകൾ മന്തി മസാല ഒക്കെ ഇട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ അതിലിട്ട് കുഴച്ച് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ വേറെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി മസാല ഉണ്ടാക്കുന്നത്. ഞാൻ പുറത്ത് വെച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. പുറത്ത് രാവിലെ അധികം വെയിലൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വെയിലാവും. അപ്പോഴത്തേനും മസാലകളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സമൂസയും അതുപോലെ തന്നെ ഉന്നക്കായ പിന്നെ ഉള്ളി ബജി ഇങ്ങനെ 3 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കാനുള്ള പഴമൊക്കെ വേവിച്ച് ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. ഇത് മാമി അതുപോലെ തന്നെ ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ ഹായ് തരികയാണ് നമുക്ക്. പിന്നെ മസാല ഒക്കെ ഉണ്ടാക്കുന്നിടത്ത് നിന്ന് ഇപ്പുറത്ത് നമ്മൾ സുന്ദരിച്ച അരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ചേരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ മസാലയിലേക്കുള്ള തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിലിട്ട് വാട്ടിയിട്ട് അതൊക്കെ കൂടിയിട്ടാണ് ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണത്. ഇവിടെ ആകെ കച്ചറയുണ്ടെന്ന് നോക്കണ്ട. അപ്പോൾ നോമ്പിൻ്റെ ഒരു പണിയുടെ തിരക്ക് കൊണ്ട് അടുക്കളൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം സെറ്റാക്കാൻ. പിന്നെ അമ്മയും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അവരും ഓരോരോ പണികളൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് സമൂസൊക്കെ നമ്മൾ അവിടെ സെറ്റാക്കി വെച്ച് പൊരിക്കുകയാണ്. സമൂസ പൊരിക്കുന്ന ടൈമാകുമ്പോഴത്തേന് ഏകദേശം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിൻ്റെ ചൂടും അതുപോലെ തന്നെ വെയിലിൻ്റെ ചൂടും ഒക്കെ പാടായിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഞാൻ ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസിന് വേണ്ടിയിട്ട് ആപ്പിളും ചിക്കൂസും മാംഗോയും കൂടിയിട്ടാണ് പാലിൽ ജ്യൂസ് അടിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കസ്റ്റാർഡ് ആക്കിയിട്ട് ഫ്രൂട്ട് സലാഡ് അതിൻ്റെ ഇടയിൽ ഓരോ തമാശ കോമഡിയൊക്കെ പഠിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് 2 ജ്യേഷ്ഠത്തിമാരാണ്. അപ്പോൾ അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുമതേച്ചി ഏകദേശം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തുടങ്ങി. മന്തി അടുപ്പത്ത് വെച്ചിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടുന്ന് ഞാൻ സേതായിട്ടിനോട് കുറച്ച് വിറക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശാൻ വിറകൊക്കെ എടുത്തിട്ട് വരികയാണ്. സുന്ദരിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞിട്ട് അതൊക്കെ അവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഓരോ കോമാളിത്തരങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ചിരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റായി. ഏകദേശം നോമ്പ് തുറയുടെ സമയമായി. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറക്കാനൊക്കെ ഇരുന്നു. ഞങ്ങൾ താത്താർ പിന്നെ ഞങ്ങളെ വീട്ടിലത്തുള്ളവരൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് ആണുങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയുള്ള അന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്